നമസ്കാരം, എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഓം മഹാമേരു പർവ്വതത്തിൻ കൽപ്പവൃക്ഷത്തിൻ്റെ വടക്കേ കോണിൻ്റെ വടക്കേ ശിഖരത്തിന്മേൽ പൊൻപീഠത്തിന്മേൽ പൊൻപുടവയെടുത്തിരിക്കുന്ന മൂധാദൈവറ്റ മകനെ നെടിയവനായി കുറിയവനായി ഇരിക്കുന്ന നീ പോത്തിനെയും വെച്ച് കരടിക്കൂട്ടത്തിൽ നീയും നിന്റെ ചങ്ങാതികളുമായി കളിച്ചു നടക്കുന്ന കരിങ്കുട്ടി ചേർത്താൻ ഞാൻ ചൊല്ലിയെടുത്ത് വന്ന് കല്ലിട്ട് വടിയിട്ട് പടമിട്ട് കൈയിട്ട് മണ്ടി മണ്ടി പൊന്നു കരിങ്കുട്ടി ചേർത്താൻ നിന്നെയും എന്നെയും പേർ ചൊല്ലാതെ എന്നെയും നിൻ കൈയും കുട്ടിപ്പിടിച്ച് നീയും നിൻ്റെ ചങ്ങാതികൾ പൊന്നു ചൊല്ല കരിങ്കുട്ടി ചേർത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ പലരുടെയും ഒരു സംശയമാണ്, കരിങ്കുട്ടിച്ചാത്തനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കരിങ്കുട്ടിക്ക് സ്വാമിക്ക് വേണ്ടി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപാസന എടുക്കേണ്ടത്, അങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ ഉണ്ട്. വിഷ്ണുമാചാത്തനേക്കാൾ ദേഷ്യം കൂടിയ ആളല്ലേ, അങ്ങനെയാണ് ഭയപ്പെടുത്തുന്ന ഒരു രൂപമല്ല. അപ്പോൾ എല്ലാം കൂടി ഞാനൊരു ഉത്തരമായിട്ടങ്ങ് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, 390 ചാത്തന്മാർ ഉണ്ടെന്നാണ് പറയുക. 390 ചാത്തന്മാരിൽ ഏറ്റവും ഇളവൻ വിഷ്ണുമായയും ഏറ്റവും മൂത്തവൻ കരിങ്കുട്ടി സ്വാമി. അപ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നതും ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നിർത്തുന്നതും കരിങ്കുട്ടി ചാത്തൻ സ്വാമി ആയിരിക്കും. നമ്മൾ കരിങ്കുട്ടി ചാത്തൻ സ്വാമീനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടപടേ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി തരും. അതനുസരിച്ചിട്ട് അദ്ദേഹത്തിനും കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പിടിപിടിയെന്ന് കൊടുക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്, വിവാഹം, അങ്ങനെയുള്ള സ്ഥല കച്ചവടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നേർന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ, പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യം സാധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ കർമ്മം കൊടുക്കുക. അല്ലാതെ പേടിക്കാനുള്ളൊരു കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മൾ മറ്റുള്ള മൂർത്തികളെ പോലെയാണ്, പക്ഷെ ഇച്ചിരി രൗദ്രം കൂടുതലാണെന്നുള്ളൂ. പെട്ടെന്ന് പ്രസാദിക്കും. കരിയുഗത്തിൽ ആരാധിക്കാൻ പറ്റുന്ന ഒരു മൂർത്തി തന്നെയാണ് കരിങ്കുട്ടി ചാത്തൻ. അപ്പോൾ എന്നാ പറയുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ, നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, മനസ്സിന് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളൊക്കെ ഒന്ന് ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ ഒന്ന് മാറിപ്പോകുന്നൊരു സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭണ്ഡാരമൊക്കെ വെച്ച് നിത്യവും ഒരു പൈസയൊക്കെ ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ആൾ കൂടെ നിൽക്കും. നമ്മൾ അദ്ദേഹത്തെ ഉപാസിക്കണമെന്നോ നമ്മൾ അദ്ദേഹത്തെ വെച്ച് പൂജിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പം നിങ്ങളെന്താ ചെയ്യുക, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആളും തൃപ്തനാണ്, നമ്മളും തൃപ്തനാണ്, നമ്മളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പേടിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അതായത് ഇപ്പോൾ മറ്റുള്ള മൂർത്തികളുടെ അടുത്ത് നമ്മൾ ചെയ്യണം അതേപോലെ തന്നെയാണ് ചാത്തസ്വാമിയുടെ അടുത്തും. അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം ഇന്ന ദിവസം ഇന്ന സമയത്തിന് എന്നോട് കൊടുക്കുക, എത്തിക്കുക, അല്ലെങ്കിൽ ആൾ വേറെ ഇതിലേക്ക് വരുന്നു മാത്രമേ ഉള്ളൂ. പേടിക്കാനുള്ള കാര്യങ്ങളും ഇല്ല എന്നാൽ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മതങ്ങളൊക്കെ ജപിക്കുക, നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വെച്ച് ആരാധിക്കണം, അതൊന്നും ഒന്നും ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കുക, ആളോട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക, കാര്യം നടത്തി കഴിയുമ്പോൾ ആൾക്ക് ഇന്നത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിവേദ്യമാവാം, മാലയാവാം, ഇതെന്തും ആവാം, നമുക്ക് ഇഷ്ടമുള്ള എന്തും കൊടുക്കാം ഭഗവാന്. അവരുടെ ആഗ്രഹം പറഞ്ഞിട്ട് ഭഗവാൻ പ്രസാദിക്കും. കാര്യത്തിൽ മുമ്പനെന്നാണ് പറയുക, എല്ലാ കാര്യങ്ങളും മുമ്പേ നടത്തി തരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം അറിയാം. പിന്നെ അതുപോലെ തന്നെ വിഷ്ണുമാചാത്തൻ സ്വാമിയെയും ആരാധിക്കാം, അല്ലെങ്കിൽ വിളിക്കാം. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ഒരു മൂർത്തിയാണ് കലിയുഗത്തിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കർമ്മം, ഇപ്പോൾ കാര്യസാധ്യത നടത്തും കരിങ്കുട്ടി സ്വാമിയാണ് കർമ്മങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ കാര്യമൊക്കെ സാധിക്കാനായിട്ട് വഴിപാട് നേടുക, വഴിപാട് കറക്റ്റ് സമയത്തിനുള്ളിൽ കൊടുക്കുക, ആൾ നടത്തി തരുമ്പോൾ കൊടുക്കുക. അതായത് അതേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.